ഉണ്ടാ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എല്ലാം കുറയ്ക്കാം. വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ അങ്ങനെ. കാരണം അതൊരു നല്ലൊരു വലിയൊരു സോണിൽ നിന്നാണ് പുറത്ത് വന്നത്. പിന്നെ എൻ്റെ ഇതിലൊരു നല്ല വിഴക്കം വീഴണം. അങ്ങനെയാണ് ഞാൻ എടുത്തത് ആ ട്രേഡ്. മനസ്സിലായ? ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂർ കണ്ടാ സോണ കണ്ടാ? ഇവിടെ നിന്ന് പൊട്ടി, ഇവിടെ നിന്നും പൊട്ടി ഇത്ര വന്നു. മനസ്സിലായ? എന്നിട്ടാണ് ഞാൻ വീണ്ടും റീ എൻട്രി ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ല? അതാണ് ഞാൻ എൻട്രി അടിച്ചത്. കിടന്ന് റീടെസ്റ്റ് അടിക്കുന്നു. ഇതിന്റെ താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു പാർഷ്യൽ എക്സിറ്റ് അടിക്കുമായിരുന്നു. ഇതിന്റെ ഒരു താഴെ ഇറങ്ങി തോന്നണല്ല ചേട്ടാ. വീണ്ടും മേളിൽ പോയി റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴെ വരുള്ളൂ തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. എൻ്റെ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് എൻ്റെ ട്രേഡ്. വെപ്രാളം കാണിച്ച് കുത്തി ചാടി കയറിയില്ല എങ്കിൽ നേരത്തെ കയറുമായിരുന്നു. ഇവിടെ നിന്ന് പൊട്ടിയ സ്പോട്ടിൽ ഞാൻ ഇവിടെ നിന്ന് കയറുമായിരുന്നു. ഇതിന്റെ സ്റ്റോപ്പ് ലോസും വെച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ ഇപ്പൊ പാർഷ്യൽ എക്സിറ്റ് ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാതെ ഞാൻ ഇരിക്കുമായിരുന്നു. എങ്കിൽ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ അത് വരച്ചിട്ടിരിക്കുകയായിരുന്നു അനാലിസിസ് ചെയ്തിട്ട്. എടുക്കണമെന്ന് വിചാരിച്ചതല്ല, എടുക്കണമെന്ന് വിചാരിച്ചതല്ല എന്നല്ല, എടുത്ത് ചാടണ്ടെന്ന് വിചാരിച്ചിരുന്നത്. മാറിപ്പോയി. അതാണ് കാര്യം. ജസ്റ്റ് വാച്ച്. പാർഷ്യൽ എക്സിറ്റ് ചെയ്യാൻ സമയമായി. ഇനി വാച്ച് ചെയ്യുക. പാർഷ്യൽ എക്സിറ്റ് ചെയ്യാൻ പാർഷ്യൽ എക്സിറ്റ് ചെയ്യായിരുന്നു. 5 ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലൊരു കുഴപ്പമില്ലാതെ 2 ഉണ്ട്. പാർഷ്യൽ എക്സിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക. ടെൻഷൻ ഇല്ലാതെ പാർഷ്യൽ എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക. ഇനി 2 കൂടി ഉണ്ട്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. താഴെ തന്നെ വരണം അതിന്. മനസ്സിലായില്ല? അതാണ് നമുക്ക് ലോസ് വരൂല. ഇതായിട്ട് ലോസേ കാണൂല. അതാണ് വരൂല, നല്ല ലോസ് കാണൂല. കുറച്ച് പ്രോഫിറ്റും ഉണ്ട്. റിസ്കിന്റെ ഡബിൾ അവിടെ എടുത്ത് കഴിഞ്ഞല്ലോ. മനസ്സിലായ? റിസ്കിന്റെ ഡബിൾ അവിടെ എടുത്ത് കഴിഞ്ഞ് ഞാൻ പാർഷ്യലിൽ. അല്ല, റിസ്ക് എത്ര എടുത്തിട്ടുണ്ടോ അത്ര എടുത്ത് കഴിഞ്ഞു. അതാണ്. ബാക്കി കുറച്ചിരിക്കുകയും ബാക്കി ഒരു 15 കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി, അതിൻ്റെയും കൂടി കുറച്ചും കൂടി മേലെ കയറിയതിനു ശേഷം അതിൽ നിന്ന് ഒരു 25 കട്ടി, പിന്നെ 25 ഇട്ടിരിക്കും. അതാണ്. അതായത് 3 വട്ടമായിട്ട് വിഡ്രോ ചെയ്യണേ. 3 വട്ടമായിട്ടുള്ള സ്കീം. ഒന്ന് ഹാഫ്, മറ്റത് 25, മറ്റത് 25 ഇതിന്റെ ഇടയിൽ കൂടി ഹിറ്റ് എടുത്ത് മാറ്റും. ആ ലൈനിൽ കെട്ടാകുമ്പോൾ എല്ലാം കട്ടായി പോകണം. അതായത് ബാക്കി 50 അവിടെ നിന്ന് കട്ടായി പോകണം. അതായത് നമുക്ക് പിന്നെ ലോസ് വരാൻ പാടില്ല. എങ്കിൽ നമ്മളെ മണ്ടത്തരമാണത്. ഇട്ടിരിക്കുക. കുറച്ചും കൂടി അത് താഴോട്ട് വരുമ്പോൾ ഒരു 25 കട്ട് ചെയ്യും, പിന്നെ 25 ഇട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. 3 ടൈം വിഡ്രോ. അതായത് നമ്മൾ റിസ്കിന്റെ 1:2 ആകുമ്പോൾ അതിന്റെ ഹാഫ് ഇറക്കും. അതായത് നമ്മൾ റിസ്ക് മാറ്റുക അതിൽ നിന്ന്. പിന്നെ അടുത്ത ഒരു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയും താഴെ വരുമ്പോൾ വീണ്ടും 25 എടുക്കും. പിന്നെ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര റിസ്ക് കൊണ്ട് എടുക്കും. ചിലപ്പോൾ നല്ല ലോങ് വരെ പിടിക്കും. അല്ലെങ്കിൽ പിന്നെ വീണ്ടും പാർഷ്യലായിട്ട് വീണ്ടും എൻ്റർ ചെയ്യും. വീണ്ടും ഓടുമെന്ന് തോന്നണേ. നല്ലൊരു പൊസിഷൻ. അതായത് താഴെന്ന് ഇത്ര നേരം മേളിൽ നിന്ന് ഹോൾഡ് ചെയ്തവർക്ക് വീണ്ടും ഇവിടുന്ന് വീണ്ടും എൻ്റർ ചെയ്യും. ഇവിടെ നിന്ന് ഇപ്പം ട്രേഡ് എടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഷോർട്ട് ചെയ്ത്, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഷോർട്ട് ചെയ്ത്. മനസ്സിലായ? അങ്ങനെ എടുക്കുക. ഗഡ്സ് വേണം. ഇപ്പോഴും വീണ്ടും ഒരു 25 എടുക്കുക. ഇനി ഒരു 25 വെച്ചിട്ട്. അയ്യോ, പൊട്ടണ്. ഞാൻ നല്ല പൊട്ടി കേട്ടോ. ഒരു 25 ഇപ്പം എടുക്കുക. എന്നിട്ട് 25 ഇട്ടിരിക്കുക. പൊട്ടിയത് പൊട്ടം കണ്ടല്ലേ. 25 വേണ്ടി SL-ന്റെ ഇതാണ് ഞാൻ മാർക്ക് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് എനിക്ക് മനസമാധാനത്തിന് വേറൊന്നുമല്ല. ഇതൊന്നുമല്ല SL. ഇപ്പോൾ അത് ട്രേഡിങ്ങിൻ്റെ എൻട്രിയാണ്. അത് ശലം കൂടി കൂടുതലായിരുന്നു. പിന്നെ കുറച്ച് എൻ്റെ റിസ്ക് ബുക്ക് ചെയ്ത്
ഓക്കെ, എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എക്സിറ്റ് ആയ പോസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇനിയും താഴെ വരുമെന്നാണ് തോന്നുന്നത്. എങ്ങനെയാന്ന് അറിഞ്ഞോളൂ. ഇല്ലെങ്കിൽ അതിന് പോയി മേളിൽ പോയിട്ട് റീടെസ്റ്റ് ചെയ്ത് കളിച്ചിട്ട് വീണ്ടും താഴെ പോകും. കാരണം ആ പൊസിഷൻ അങ്ങനത്തെ പൊസിഷനാണ്. 1 മണിക്കൂറിൽ നോക്കുമ്പോൾ ഞാൻ എല്ലാം കമ്പൈൻ ചെയ്താണ് ചെയ്യണത്. 1 മണിക്കൂർ 15 മിനിറ്റ്, 5 മിനിറ്റ് കുറവാണ്. 1 മിനിറ്റിന് വേണ്ടി 5 മിനിറ്റ് കുറവാണ്. 1 മണിക്കൂറും 15 മിനിറ്റ്, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ 2 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നാളെ, അതായത് രാവിലെയും. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്നും ആ വീഡിയോയിൽ വരില്ല, ഇതൊക്കെ നാളത്തെ വീഡിയോയിലേ വരുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് ഇന്നലത്തെ 2 ട്രേഡിൻ്റെയാണ് സംഭവം ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ട്രേഡിംഗ് ഒന്നുമില്ല, ട്രേഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നാളെ, അതായത് മോർണിംഗ് ഒക്കെ ഏകദേശം 2 മണി ആ സമയത്തൊക്കെ തന്നെ എടുക്കണം. ഇനി പോയി എല്ലായിടും ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, മീറ്റർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യും. ഫുഡ് റെഡി ആക്കി കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഏകദേശം സെയിം ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ മൊബൈലിലും ചാർജ് ഇല്ല, ഇനി മൊബൈലും ചാർജ് ചെയ്യണം. പിന്നെ അവിടെ ഇരുന്ന് നോക്കിയാൽ മതി. അറിയാം, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ പരിപാടി നോക്കട്ടെ. ഇത് ഇവിടെ നിന്ന് റീടെസ്റ്റ് അടിക്കുമെന്ന് വിചാരിച്ചു ചേട്ടാ. ഇത് ഏകദേശം കുഴപ്പമില്ലാത്ത പിപ്പുണ്ടായിരുന്നു. 70 പിപ്പ് പഠിപ്പിച്ചുണ്ടായിരുന്നു ഇവിടെ തന്നെ. ഇത്രയും വിഗ് വന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങ് കയറുമെന്ന് ഇത്രയും. കുറെ നേരം കൊണ്ട് നോക്കണം, ഒറ്റ ഒരു മൂവ്മെന്റ് ഇപ്പോഴാണ് കിട്ടിയത്. അത് വിസുവായി. ഞാൻ ജസ്റ്റ് പുറത്തോടെ പോയി ലെവലൊക്കെ നോക്കിയിട്ടൊന്ന് എൻ്റെ ഇടയിൽ ആശ ചാടി ഇറക്കം കയറി നോക്കട്ടെ. റീടെസ്റ്റും കൂടി അടിക്കോ ഇല്ല എന്ന് അറിഞ്ഞുകൂടാ. രണ്ടും വെയിറ്റ് ചെയ്യണത് ഞാൻ. അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കളയും. അതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് എടുക്കാത്തത്. റീടെസ്റ്റ് അടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ട്രേഡാണെന്ന് തോന്നുന്നു. ഏകദേശം ഇനി അടുത്താണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പാർഷ്യൽ എക്സിറ്റ് അടിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു പാർഷ്യൽ എക്സിറ്റ് അടിച്ചിട്ട് ഹോൾഡ് ചെയ്യിപ്പിക്കും. ഇവിടുത്തെ പാർഷ്യൽ എക്സിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഓക്കെ, അതായത് പാതി റിസ്കിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. റിസ്കിൻ്റെ പാതി പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അവിടെ. എന്ന് പറഞ്ഞാൽ അത് ഉണ്ടോ, ഇതിനു മുമ്പേ ഉള്ള ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയയാണ്. ഞാൻ ഇപ്പോഴാണ് അത് ഇത്തിരി കൂടി ശ്രദ്ധിച്ചത് മാർക്കറ്റിൽ. ഉണ്ടോ, സ്റ്റോപ്പ് ലോസിൻ്റെ മേളിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. 50% ഇവിടെ ഉണ്ട്. അതാണ് ഇനി ഒരു 25 കൂടി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരണം. അതിന് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, ലോസ് ഒന്നും, പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ, ലോസ് വരില്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ ഓൾറെഡി. ട്രേഡ് ഇത് SLI കുഴപ്പമില്ല. ഹാഫ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നല്ലോ. 300 അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഭയങ്കര നല്ലൊരു വാലറ്റിലാണ്. ഓക്കെയാണ്, കുഴപ്പമില്ല. ഇവിടെ നിന്നൊരു പാർഷ്യൽ എക്സിറ്റ് ആവുക, വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുക കേട്ടോ. സ്റ്റോപ്പ് ലോസ് നോക്കണ്ട, അത് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുക. ഇതിവിടെ വയ്ക്കുക സ്റ്റോപ്പ് ലോസ്.
അതായത് ഇനി അതിൻ്റെ മേളിൽ പോയി ഹണ്ടായ അവിടെ നിന്ന് ടോട്ടൽ ട്രേഡ് ക്ലോസ് ആകും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. അടിപൊളി ട്രേഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, മാച്ച് ഓവർ. എത്ര എല്ല് കിട്ടിയെന്നുണ്ടല്ല പാർഷ്യലി. ഇത് നോക്കണ്ട, ഇത് ഡ്രില്ല് ചെയ്തതായിരുന്നു. നോക്കിയാൽ കിട്ടിയതായിട്ട് കിട്ടിയത് ഫുള്ള് ക്ലോസ് ചെയ്യായിരുന്നു. എനിക്ക് മൂവ്മെൻ്റ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചില സമയത്ത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം കിട്ടിയോണ്ടല്ലോ. ഇവിടെ പ്രോ ആയാല ഏത് നമ്മൾ പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാം അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞെന്നാണ്. ലോസ് വരൂല പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത 2 പാർഷ്യൽ അത് SL മേളയിൽ വെച്ചിട്ടുണ്ട്. അതെന്തായാലും പ്രോഫിറ്റാണ്. മറ്റതും പ്രോഫിറ്റാണ്. എൻ്റെ ഇതിലെ പാർഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രോഫിറ്റിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. അതായത് ലോസ് റിസ്ക് എടുത്തേക്കാളും കൂടുതലുണ്ടായിരുന്നു. 1:2.5 അടുപ്പിച്ചുണ്ടായിരുന്നു പ്രോഫിറ്റ് അതിൻ്റെ പാർഷ്യൽ. അതായത് 1:25 റിസ്ക് എടുത്തതിൻ്റെയും 25 പോയിന്റ് കൂടുതൽ. കുഴപ്പമില്ല, ഡൗൺ ട്രെൻഡാണ്. റിസ്ക് അത്രയും കൂടുതൽ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസിന് ട്രില്ല് ചെയ്ത് താഴെ വെച്ചത്. ഡൗൺ ട്രെൻഡാണത്, നല്ല എനിക്ക് ഉറപ്പുണ്ടത്. കോൺഫിഡൻസ് ആണ്. പക്ഷേ നമ്മളാ റിസ്ക് റിവാർഡ് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. റിസ്ക് കൂട്ടാൻ പാടില്ല. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളാ ഇവിടെ നിന്ന് ഷോട്ട് എടുത്ത ഇവിടെ നിന്നാണ് ഞാൻ ഷോട്ട് എടുത്തത്. അല്ലെങ്കിൽ വെച്ച് ഇവിടെ നിന്ന് ഷോട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് വെച്ചാൽ റിസ്ക് ഇത്രയും വരും. ഇവിടെ നിന്ന് ഈ പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. മനസ്സിലായി? ഇവിടെ നിന്ന് ഈ പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പിന്നെ കുറയ്ക്കായിരുന്നു. പിന്നെ എവിടെ വയ്ക്കും? ഇതിവിടെ അടുപ്പിച്ച് വയ്ക്കും. അതിപ്പോൾ അവൻ്റെ ട്രേഡ് കംപ്ലീറ്റ് ആയല്ലോ. റിസ്ക് ഞാൻ ചുരുക്കും. ഓക്കെ, ഇനി എനിക്ക് ഉറപ്പുണ്ടാവും താഴെ വരുമോ. ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ, മനസ്സിലായോ? ഞാൻ ഇത് പിന്നെ അടുത്ത് കാണിച്ചു തരാം. ഇത് എവിടെ നിൽക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാളെ പറ്റിക്കാൻ വേണ്ടി നേരത്തെ പോലെ വന്നത്. ഇപ്പോൾ ഒരു പൊട്ടണോ നോക്കിയോ താഴോട്ട്. എൻ്റെ ഒരു ഇതാണെങ്കിൽ എൻ്റെ അനാലിസിസും കറക്റ്റാണെങ്കിൽ ഇപ്പം അടുത്ത് ഫോട്ടോ ചോദിച്ചുകൊണ്ട് വിളിക്കും. ഞാൻ ഇപ്പോൾ പോയി അതൊക്കെ എടുത്തൊന്ന് നോക്കിയിട്ട് കൊടുക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, താഴെ തന്നെ ഒരു SL ഡ്രില്ല് ചെയ്ത് ഇവിടെ വെച്ചാൽ ഇതിന് കണക്കിന് വെച്ചാൽ കണ്ടല്ലോ, റേഷ്യോ ഉണ്ടല്ലോ. ഈ ട്രേഡ് എവിടെയുള്ള ഞാൻ എടുത്ത ട്രേഡാണ് ഈ ട്രേഡാണ്. പക്ഷേ റിസ്ക് കൂടുതൽ. റിസ്ക് ഇതിൻ്റെ എത്ര ഉണ്ടായിരുന്നത്? ഓക്കെ, ഫുൾ അടിപൊളി ട്രേഡായിരുന്നു കേട്ടോ. പിന്നെ അത്രയും ഹോൾഡ് ചെയ്യേണ്ടതൊന്നും കടിച്ചില്ല. റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്തൊന്നും പറയാൻ പറ്റൂല. ഞാൻ ആൾറെഡി ചെറിയ റിസ്ക് ചെയ്യണ ഒരു വ്യക്തിയാണ്. അപ്പൊ അതാണ് നല്ലത്. ഓക്കെയാണ്. ട്രെൻഡ് ചേഞ്ച് ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. ഞാൻ ഇറങ്ങണ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ട്രെൻഡ് ചേഞ്ച് ആയെന്ന് പറയാൻ കാരണം കണ്ട, ഇത് ബ്രേക്ക് ചെയ്ത് കുറെ നേരത്തിന് ശേഷം. കുറെ നേരം എന്ന് പറഞ്ഞാൽ കണ്ട, ഇതിനപ്പുറം വന്നാലേ കാര്യം അറിയാവുള്ളൂ എന്തിനാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ.
ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചെടിയും നോക്കി എല്ലാം നോക്കി സൂര്യൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി നേരെ പോയി ഫോണൊക്കെ ഒന്ന് ചാർജ് ചേർത്ത്. നല്ല വിശക്കാണ്. റെഡിയാക്കി ചേട്ടാ, ഇവിടെ കഴിക്കുന്നുണ്ട് ചേട്ടാ ചോറ്. രണ്ട് ദിവസം ഒരു ദിവസം എന്തോ ആയി ഉണ്ടാക്കി വെച്ചത്, കഴിച്ചില്ലായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് എന്തോ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു. അത് ഇനി ഇതൊന്ന് കഴിച്ചിട്ട് രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശക്കുകയും ചെയ്യും. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുളിച്ച് റെഡി ആവണം, പുറക്കെ എണീച്ച് കയറും. കൂട്ടി കയറണം കേട്ടോ, ടൈമായി കയറണം. കാണാൻ കൊള്ളാം അല്ലേ? ഞാൻ അടുത്ത് നേരെ പോയി അനാലിസിസ് ചെയ്യുക. മറ്റേത് നോക്കി വെച്ചിട്ടുണ്ട്, ഇല്ല ടോയ്ലറ്റ് കുഴപ്പമില്ല. 50ൻ്റെ കുറവുണ്ട്. അതിനിപ്പോൾ പ്രഷർ നമ്മൾ കറക്റ്റാണ്. ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂട്. നിന്ന് എന്നെ കളിച്ചല്ല. എൻ്റെ അപ്പുറത്തും ക്ലോസ് ചെയ്തില്ല 1 മണിക്കൂറിൽ. കണ്ടാ ക്ലോസ് ചെയ്ത് അതുപോലെ തിരിച്ചും വന്നു. നോക്കാം. അനാലിസിസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. 5 മിനിറ്റിൽ മാർക്ക് ചെയ്തു, 1 മിനിറ്റ് കൊണ്ട് മാർക്ക് ചെയ്യണം. കറക്റ്റാണ്. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ പോയ ഷോട്ടിൻ്റെ പ്ലാനാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം, ഈ ക്യാൻഡിലെ ക്ലോസ് ചെയ്യുന്നത് വെയിറ്റ്. എൻട്രി കിട്ടി കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഒന്നുമല്ല, ഇവിടെയൊക്കെയാണ് കിടന്നത്. ഇവിടെ നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് പാർസൽ എക്സിറ്റ് ഇട്ടിരിക്കുകയും സഡൻ മൂവ്മെന്റ് ഇത് കാണിച്ചു തരാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത്രേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ്. ഇതാണ് മനസ്സിലായല്ല? പാർസൽ എക്സിറ്റ് ഇട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ താഴെ വരട്ടിന്. എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് പറയും, എത്ര നേരം. അയ്യോ, കുറെ നേരം കൊണ്ടിരിക്കുകയായിരുന്നത്. ഡൗൺ ട്രെൻഡ് ഇവിടം തൊട്ട് ഞാൻ പ്ലാൻ ഇട്ടേ. ഇവിടം തൊട്ട് പ്ലാൻ ഇട്ടിട്ട് ഇതിന്റെ താഴെ പോയില്ല, ഇതിന്റെ താഴെ ക്ലോസ് ചെയ്തില്ല. എന്നിട്ട് ഒരു മേളിൽ കയറി ഇവിടെ റെഡ് വന്നു. ഇവിടെ നിന്ന് വന്നിട്ടാണ് അടുത്ത് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻട്രി അടിച്ചത്. പെട്ടെന്ന് ഇവിടെ നിന്ന് അടുത്ത ചുവപ്പ് വന്നു. പാർസൽ എക്സിറ്റ് അടിച്ച് മേളിൽ പോയി ഹോൾഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഇരിക്കും. അടുത്ത സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? അതിന് 100 ആയാലും ഇല്ലേ. ഒരു പാർസലിന്റെ ഇതുള്ളത്. $50 അടിച്ചു വന്നു. കുഴപ്പമില്ല. പറഞ്ഞ ഡൗൺ ട്രെൻഡ് ആണത്. നല്ല പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് മേളിൽ കയറി വീണ്ടും ഡൗൺ ട്രെൻഡ് ആണത്. പിന്നെ എൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ്. ചില കൂടി മേളിൽ കയറി കഴിഞ്ഞാൽ SLR ആണ് ക്ലോസ് ചെയ്തത്. അവിടെ ഞാൻ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തെ 3 ട്രേഡ് കംപ്ലീറ്റ്, 3 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്. ഇവിടെ കൊള്ളാൻ കേട്ടോ, കുഴപ്പമില്ല, സെറ്റാണ്. ഇലക്ട്രിക് മീറ്ററിന്റെ ഫോട്ടോ കൊണ്ട് എടുത്താൽ കേട്ടോ. ബാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. 1 നമ്പർ ഇപ്പം ഓഫ് ആകണം കേട്ടോ. ഞാൻ തപ്പം ചെയ്തിട്ട് അപ്പോഴത്തേക്ക് 4 എന്തോ ഓണോ. ആദ്യം 4 ഓണാക്കിയിട്ട് 5 1 ഓഫ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓക്കെയാണ്. ഇനി എല്ലാം എഴുതട്ടെ. ട്രേഡിങ് ഞാൻ വിചാരിച്ച പോലെ അല്ല പോയാട്ടാ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗൺ ട്രെൻഡ് എന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിപ്പോഴും സൈഡ് വൈസ് ആണ് കളിക്കുന്ന. പക്ഷെ ആ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്ത് അത്രേ ഉള്ളൂ. ആ മൂവ്മെന്റ് മാത്രം ക്യാപ്ചർ ചെയ്തുള്ളൂ. ഏകദേശം 1:3 അത് വിട്. മൂവ്മെന്റ് മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ട്രെൻഡ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഡൗൺ ആയിരുന്നു. പക്ഷെ അതിപ്പോഴും സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്റെ അനാലിസിസ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ടോട്ടലി ഡൗൺ ട്രെൻഡ് ആവുമോ. പക്ഷെ ആ മൂവ്മെന്റ് മാത്രം ഞാൻ ഉദ്ദേശിച്ച മൂവ്മെന്റ് മാത്രമേ കിട്ടിച്ചുള്ളൂ. ഇത് വിജയിച്ചെന്ന് വെച്ചാൽ വിജയിച്ചു. പക്ഷേ എനിക്കത് ലോസാണ്.
അനാലിസിസ് ഞാൻ വിചാരിച്ചതും തെറ്റാണ്. ഞാൻ ആ മൂമെന്റ് മാത്രമല്ല, ഞാൻ ലോങ്ങിന് വേണ്ടിയുള്ളതാണ് നോക്കിയത്. ഏകദേശം എത്ര 1:10 അടുപ്പിച്ചേക്കുന്നുണ്ടല്ലോ, ആ ഒരു സെറ്റപ്പിനാണ് നോക്കിയത്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതടുപ്പിച്ച് ഇതുവരെ പ്രതീക്ഷയായിരുന്നു, മനസ്സിലായോ? അതായത് ഇവിടെ തട്ടി ഇവിടെ നിന്ന് കുറച്ചു നേരം കളിച്ച് താഴെ പോകുന്ന വിചാരിച്ചു. പക്ഷെ ഇല്ല, ഇവിടെ നിന്ന് കളിച്ച് മേലെ പോയി ഇവിടെ നിന്ന് കളിക്കും. മനസ്സിലായോ? ഞാൻ വിചാരിച്ചൊന്നും നടന്നു പോകുന്ന. ഞാൻ എല്ലാം എഴുതി വെക്കട്ടെ. എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നു നോക്കുക, അത് തന്നെ. ബാക്കിയെല്ലാം ഓക്കെ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.